ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ്. ട്രാൻസ്വേഴ്സ് വേവില് വെലോസിറ്റി കാണാൻ പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഒരു സ്ട്രിങ്ങിലെ വെലോസിറ്റിയാണ്. അപ്പോൾ ഒരു സ്ട്രിങ്ങിലെ വെലോസിറ്റിയുമായി ബന്ധപ്പെട്ടത് നമുക്ക് ആദ്യം പഠിക്കാം. നമ്മൾ ആദ്യം ഒരു സ്ട്രിങ് രണ്ട് ക്ലാമ്പുകൾക്കിടയിൽ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വെച്ചാൽ നമ്മൾ ഇതിനെ പ്ലക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുണ്ടാവുന്ന വേവ് ഇതാ ഇങ്ങനെയാണ്. ട്രാൻസ്വേഴ്സ് വേവ് ആണ് ഫോം ചെയ്ത് വരിക. ഇങ്ങനെ ഫോം ചെയ്യുന്ന ട്രാൻസ്വേഴ്സ് വേവിന്റെ ഞാൻ ഇവിടുത്തെ ഒരു പോർഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് ആ സ്ട്രിങ് അതിൻ്റെ മെയിൻ പൊസിഷനിൽ ഇങ്ങനെ ആയി മാറിയിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ഒരു ടെൻഷൻ ഉണ്ടാവും ഈ സ്ട്രിങ്ങിൽ, ഇങ്ങനെ വലിഞ്ഞു മുറുകി നിൽക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ സ്ട്രിങ്ങിന്റെ ഏതൊരു ഭാഗത്തും ടെൻഷൻ നോക്കുന്ന സമയത്ത് ആ ടെൻഷൻ ടാൻജൻഷ്യൽ ആയിരിക്കും. രണ്ട് ഭാഗത്തും ഇങ്ങനെ ടെൻഷൻ ടാൻജൻഷ്യൽ ആയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ ടെൻഷന്റെ റിസൾട്ടന്റ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ഇതിനെ ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു സ്ഫിയർ കൺസിഡർ ചെയ്തിട്ട് ആ സ്ഫിയറിന്റെ സെന്ററിലോട്ട് ഇതാ നമ്മൾ ഇതേ രീതിയിൽ രണ്ട് റേഡിയസുകളെ കൺസിഡർ ചെയ്താൽ ഇവിടെ ഒരു ആംഗിൾ തീറ്റ ഉണ്ട്, ഇവിടെയും ആംഗിൾ എത്ര ഉണ്ട്, തീറ്റ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ടാൻജന്റും അതേപോലെ റേഡിയസും തമ്മിലുള്ള ആംഗിളുകൾ വെച്ചിട്ട് നമുക്ക് ഇവിടെയും എന്താണ് കിട്ടുക, തീറ്റയാണ് വരിക. അതേപോലെ ഇവിടെയും ആംഗിൾ എന്ത് വരും, തീറ്റ വരും. അങ്ങനെയാണെങ്കിൽ ഈ കമ്പോണന്റ് ടി കോസ് തീറ്റ, ഈ കമ്പോണന്റും ടി കോസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ താഴോട്ടുള്ള കമ്പോണന്റ് ടി സൈൻ തീറ്റയാണ് വരിക. അപ്പോൾ താഴോട്ടുള്ള ആ ഫോഴ്സ് രണ്ടെണ്ണം ഉണ്ടാവും, 2t സൈൻ തീറ്റ. ആ ആംഗിൾ വളരെ ചെറുതാണെങ്കിൽ നമുക്ക് ആ നെറ്റ് ഫോഴ്സ് ടുവാർഡ്സ് ദ സെന്റർ 2t തീറ്റ എന്ന് എഴുതാം, തീറ്റ വളരെ ചെറുതാണെങ്കിൽ. അപ്പോ ആ നെറ്റ് ഫോഴ്സ് ടുവാർഡ്സ് ദ സെന്റർ എത്രയാണ്, 2t തീറ്റ. നെറ്റ് ഫോഴ്സ് ടുവാർഡ്സ് ദ സെന്റർ ഈക്വൽ ടു ആരാ, mv²r ആണ്, സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടുന്ന് വെലോസിറ്റി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പൊ നമ്മുടെ ഈ ഒരു പോർഷന്റെ മാസ് ആണ് ആര്, എം എന്ന് പറയുന്നത്. അതിന്റെ ലെങ്ത് ആണ് ആർക്ക് ലെങ്ത് ആയിട്ട് വരും അല്ലെ. അതിന്റെ ലെങ്ത് വരുന്നത് ആർക്ക് ലെങ്ത് ആണ്. ആർക്ക് ലെങ്ത് ഈക്വൽ ടു ആർ തീറ്റ ആണല്ലോ. ഞാൻ ആ ആർക്ക് ലെങ്തിനെ ഒരു എൽ എന്ന് വിളിച്ചു എന്ന് കരുതുക. അപ്പൊ ആർക്ക് ലെങ്ത് ഈക്വൽ ടു ആർ തീറ്റ ആണെങ്കിൽ ഈ റേഡിയസിനെ എനിക്ക് L/θ എന്ന് കൊടുക്കാം. പക്ഷേ ഇവിടുത്തെ ഈ ടോട്ടൽ ആംഗിൾ 2θ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ L/2θ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഈ 2θയും 2θയും പോയിട്ട് ടെൻഷൻ ഈക്വൽ ടു mv²L എന്ന് കിട്ടും. ഇനി നമുക്ക് ആ v² അവിടുന്ന് മാറ്റി എഴുതിയാൽ T/m/L എന്ന് വരും. അല്ലെങ്കിൽ v ഈക്വൽ ടു √T/μ എന്ന് കിട്ടും. മ്യൂ എന്ന് പറഞ്ഞാൽ m/L ആണ്, ലീനിയർ മാസ് ഡെൻസിറ്റി. അപ്പോൾ നമുക്ക് ആ ഒരു വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടി. ഇനി ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്ട്രിങ് ഉണ്ട്, ആ സ്ട്രിങ് സ്ട്രെച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് രണ്ട് ക്ലാമ്പിനിടയിൽ. ഇതിൽ അനുഭവപ്പെടുന്ന ടെൻഷൻ ആണ് ആര്, ടി എന്ന് പറയുന്നത്. ഇതിന്റെ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് m/L. അതിനെ നമ്മൾ വിളിച്ചത് മ്യൂ എന്നാണ്. മ്യൂ ഈക്വൽ ടു m/L ആണ്. അതിന് ചിലപ്പോൾ നമ്മൾ ലീനിയർ മാസ് ഡെൻസിറ്റി എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ
വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് എന്താ വന്നത്? v ഈക്വൽ ടു റൂട്ട് ടി ബൈ മ്യൂ എന്നാണ് വന്നത്. ഇനി നമ്മൾ ഇതിന് വരുന്ന മാറ്റങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ആ സ്ട്രിങ്ങിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ? ഒരു സിലിണ്ടർ പോലെ കരുതാം. സിലിണ്ടർ പോലെ കരുതിയാൽ മാസിനെ നമുക്ക് ഇതിനെ മാറ്റാൻ കഴിയും. വേറെ കുറെ ടേംസിൽ എഴുതാം. ഒന്ന്, ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണെങ്കിൽ ആ എ ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? പൈ ആർ സ്ക്വയർ എന്ന് പറയാം. ഇതിന്റെ ലെങ്ത് എൽ ആണെങ്കിൽ വോള്യം കിട്ടുമല്ലോ. അപ്പോൾ എം ബൈ എൽ ഉണ്ടല്ലോ, എം ബൈ എൽ എന്നുള്ളതിന് മാസിന് വോള്യം ഇൻറ്റു ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ എൽ എന്ന് കൊടുക്കാം. ആ വോള്യത്തിന് നമുക്ക് എന്ത് കൊടുക്കാം? പൈ ആർ സ്ക്വയർ ഇൻറ്റു എൽ ഇൻറ്റു റോ ഡിവൈഡഡ് ബൈ എൽ വരും. അപ്പോൾ ആ എൽ എന്ത് ചെയ്യും? കട്ട് ചെയ്ത് പോകും. അപ്പോൾ ഇൻ ടേംസ് ഓഫ് റേഡിയസ് പറയാം. അപ്പൊ അവിടെ വരുന്നത് അതിന്റെ ആക്ച്വൽ ഡെൻസിറ്റി ആണ്, വോള്യം ഡെൻസിറ്റി ആണത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ വെലോസിറ്റിയുടെ ഇക്വേഷൻ അടുത്തതായിട്ട് നമ്മൾ എഴുതുന്നത് ഇതാ ഇങ്ങനെയാണ്. റൂട്ട് ടി ബൈ എം ബൈ മ്യൂനെ നമ്മൾ എഴുതുന്നത് പൈ ആർ സ്ക്വയർ റോ എന്ന് എഴുതാം. അപ്പൊ നമ്മൾ മറ്റൊരു ഇക്വേഷനും കൂടെ കാണാം. അപ്പൊ നമ്മൾക്ക് തന്ന ഡാറ്റകൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യനെ സമീപിക്കേണ്ടത്. അപ്പൊ മ്യൂ തന്നിട്ടുണ്ടെങ്കിൽ റൂട്ട് ടി ബൈ മ്യൂല് പോകണം. അപ്പൊ നമ്മൾ ആ ഇക്വേഷൻസ് ഓരോന്നായിട്ട് എഴുതി നോക്കുകയാണെങ്കിൽ വി ഈക്വൽ ടു റൂട്ട് ടി ബൈ മ്യൂ. അപ്പൊ അത് നേരിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ആ മ്യൂവിന്റെ ഇക്വേഷൻ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ടി ഡിവൈഡഡ് ബൈ എം ബൈ എൽ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലെങ്ത്തുമായിട്ടുള്ള പ്രൊപ്പോർഷനാലിറ്റി ഒന്ന് നോക്കാം. മാസ് തന്നിട്ടുണ്ടെങ്കിൽ വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് എൽ ആണ് അല്ലേ, ലെങ്ത്തിന് പ്രൊപ്പോർഷനിലാണ് വരിക. അതിന് മാസ് തരണം ആ ചോദ്യത്തിൽ. ആ മാസ് കോൺസ്റ്റന്റ് ആണ്. അതേപോലെ ടെൻഷനും കോൺസ്റ്റന്റ് ആണെങ്കിൽ ഈ പ്രൊപ്പോർഷനാലിറ്റി പറയാം. ഈ പ്രൊപ്പോർഷനാലിറ്റികൾ പറയുമ്പോഴേ ഇതിൽ ബാക്കിയുള്ള ഇപ്പോൾ വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് എൽ എന്ന് പറയണമെങ്കിൽ ബാക്കി അതിലുള്ള ടേംസ് അതാ അത് കോൺസ്റ്റന്റ് ആവണം, എന്നാലും അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ ചേർത്തിട്ട് വേണം പറയാൻ. അടുത്തത്, നമ്മുടെ ഒരു ക്വസ്റ്റ്യനിൽ ലെങ്ത് ഒന്നും തന്നിട്ടില്ല, എന്നാൽ റേഡിയസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു ഇക്വേഷൻ കണ്ടു. റൂട്ട് ടി ഡിവൈഡഡ് ബൈ പൈ ആർ സ്ക്വയർ റോ എന്ന് കണ്ടു. ഇതിൽ ടെൻഷനും റോ ഒക്കെ കോൺസ്റ്റന്റ് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r ആണ് വരിക. അപ്പോൾ ആ ടിയും റോയും അതിന്റെ ആക്ച്വൽ വോള്യം ഡെൻസിറ്റിയും ടെൻഷനും എന്താവണം? കോൺസ്റ്റന്റ് ആണെങ്കിൽ വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r എന്ന് പറയാം. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം പ്രതീക്ഷിക്കേണ്ടത്. ഇനി ഞാൻ വരച്ച ആ സ്ട്രിങ്ങിന്റെ പിക്ചർ നോക്കുക നിങ്ങൾ എങ്ങനെയാണ്. ആ രീതിയിൽ തരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ടെൻഷൻ കോൺസ്റ്റന്റ് ആണ്. ഇങ്ങനെ തരുന്ന പിക്ചറിൽ സാധാരണ രീതിയിലൊക്കെ നമ്മൾ കാണുന്ന രീതിയിലൊക്കെ വരുമ്പോൾ അതിന്റെ ടെൻഷൻ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ടെൻഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ മ്യൂ കോൺസ്റ്റന്റ് ആണെന്ന് കരുതുക. മ്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. എല്ലാം നമ്മുടെ മിക്കവാറും ചോദ്യങ്ങളിൽ മ്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ പിക്ചർ തന്നാൽ അല്ലെങ്കിൽ ടെൻഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം വെലോസിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണമെന്ന് നമ്മൾ 1 ഡയമെൻഷനിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടില്ല. എസ് ഈക്വൽ ടു വി ടിയിൽ കൊടുത്താൽ മതി. അപ്പൊ എസ് ഈക്വൽ ടു വി ടിയിൽ കൊടുക്കുമ്പോൾ ടൈം കാണണമെങ്കിൽ ടൈം ഈക്വൽ ടു നമുക്ക് എസ് ബൈ വി, അതിന്റെ ലെങ്ത് ഒരു എൽ ആണെങ്കിൽ ബൈ വി കൊടുത്താൽ ടൈം കിട്ടും. അപ്പോൾ ഒരു വേവിന് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പോകാനുള്ള ടൈം കാണണമെങ്കിൽ എസ് ഈക്വൽ ടു വി ടി അല്ലെങ്കിൽ എൽ ബൈ വി ചെയ്താൽ മതി. പക്ഷെ അതിനുള്ള കണ്ടീഷൻ എന്താ? വെലോസിറ്റി എന്താവണം? കോൺസ്റ്റന്റ് ആവണം.
അപ്പോൾ നമുക്ക് ഇതേപോലെ ഈ ടെൻഷൻ കോൺസ്റ്റന്റ്, ഈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾക്ക് നേരിട്ട് ടെൻഷൻ തരാം, അല്ലെങ്കിൽ ഈ രീതിയിലാവാം. നോക്കാം, ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രിങ് ഉണ്ട്. ആ സ്ട്രിങ്ങിന്റെ ഇവിടെ ഒരു പുള്ളി കൊടുത്തിട്ട് ഇവിടുന്ന് ഒരു വെയിറ്റ് നമ്മൾ ഹാങ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, ഇതൊരു മാസ്, ഇവിടെ ഹാങ് ചെയ്ത മാസാണ് എം, ഇതിന്റെ മാസ് വേറെ. ഇതിന്റെ ഇപ്പോഴത്തെ ടെൻഷൻ എന്ന് പറയുന്നത് ടെൻഷൻ ഈക്വൽ ടു എം ജി ആണ്. അപ്പോഴും അത് കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും വെലോസിറ്റി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അത് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ ടൈം എങ്ങനെയാ കാണുക? എൽ ബൈ വി. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പോകാനുള്ള ടൈം എൽ ബൈ വിയിൽ കൊടുത്താൽ മതി. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് ഈ ടെൻഷൻ ഇപ്പോഴും എന്താണ്? കോൺസ്റ്റന്റ് ആണ് വരുന്നത്. ഇനി ഇതിൽ തന്നെ ഇപ്പോൾ പല രീതിയിൽ ഇതിൽ ടെൻഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള പല ചാപ്റ്ററുകളും ബന്ധപ്പെടുത്തിയിട്ട് വരാം. ഇതൊരു ഫ്ലൂയിഡിലാണ് നിൽക്കുന്നതെന്ന് കരുതുക. ആ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി എത്രയാണ്? റോ ആണ്. ഈ സിങ്ക് ചെയ്ത് നിൽക്കുന്ന ഈ ബോഡിയുടെ ഡെൻസിറ്റി സിഗ്മയാണെങ്കിൽ, അപ്പൊ ഇതിന്റെ നെറ്റ് ഫോഴ്സ് നമ്മൾ ബോയിങ് ഫോഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് മുമ്പ് പഠിച്ചിരുന്നു. അപ്പൊ ഞാൻ ആ ബോയിങ് ഫോഴ്സ് എന്ത് ചെയ്യണില്ല, ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യണില്ല. പക്ഷെ ഈ സമയത്ത് എഫക്റ്റീവ് ടെൻഷൻ വരുന്നത് നമുക്കറിയാൻ പറ്റും. സിഗ്മ മൈനസ് റോ ഡിവൈഡഡ് ബൈ സിഗ്മ ഇൻറ്റു ജി ആണ് എഫക്റ്റീവ് വരിക. അപ്പൊ എം ഇൻറ്റു സിഗ്മ മൈനസ് റോ ഡിവൈഡഡ് ബൈ സിഗ്മ ഇൻറ്റു ജി, ഇതാണ് നമുക്ക് ടെൻഷൻ വരിക. വീണ്ടും ഈ ടെൻഷൻ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അത് കോൺസ്റ്റന്റ് ആണെങ്കിൽ വെലോസിറ്റി എന്താവും? കോൺസ്റ്റന്റ് ആവും. ഇത് കോൺസ്റ്റന്റ് ആണെങ്കിൽ ടൈം എങ്ങനെയാ കാണുക? എൽ ബൈ വി ചെയ്താൽ മതി. അപ്പോൾ ഇതൊക്കെ കോൺസ്റ്റന്റ് ആകുമ്പോഴാണ് നമ്മൾ ഒരു പോയിന്റിൽ ഇപ്പൊ ഇവിടുന്ന് ഇതുവരെ ആ വേവ് പോകാനുള്ള ടൈം കാണണമെങ്കിൽ എൽ ബൈ വി കൊടുത്താൽ മതി. അത് നമുക്ക് ടെൻഷന്റെ രണ്ട് പാർട്ടുകൾ ഇപ്പൊ നമ്മൾ കണ്ടു. ഇനി സോളിഡ്സുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ രണ്ട് ക്ലാമ്പുകൾക്കിടയിൽ ഒരു സ്ട്രിങ് വെച്ചിട്ട് അതിനെ ചൂടാക്കി കഴിഞ്ഞാൽ ഇതിനനുഭവപ്പെടുന്ന ഫോഴ്സ് അഥവാ ടെൻഷൻ എന്നുള്ളത് YA ആൽഫ ഡെൽറ്റ ടി എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. സോളിഡ്സ് എന്ന് വരുന്നതാണത്. അപ്പോൾ തെർമൽ എക്സ്പാൻഷനും സോളിഡ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് കണ്ടുപിടിച്ചിരുന്ന ഒരു ഇക്വേഷൻ. അപ്പോൾ അത് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടാണ്. ഇപ്പോൾ YA ആൽഫ ഡെൽറ്റ ടി എന്നുള്ളതാണ് നമുക്ക് ഫോഴ്സ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ടെൻഷൻ ആ ഇക്വേഷൻ ആണ് കൊടുക്കുക. ഈ ആൽഫ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ആണ്. Y എന്ന് പറയുമ്പോൾ യങ്സ് മോഡുലസ് ആണ്. A ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. ഡെൽറ്റ ടിയോ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് ടെൻഷനുള്ള വേറെ. അപ്പോൾ ഇതല്ലാതെയും വേറെ ടെൻഷനൊക്കെ നമ്മൾക്ക് വരാൻ കഴിയും കേട്ടോ. പല രീതിയിൽ വരാൻ പറ്റും. അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ അതിനെ തീരുമാനിക്കാൻ. നോക്ക്, ഞാൻ വേണമെങ്കിൽ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇവിടെ ഇപ്പോൾ നമ്മൾ ലോസ് ഓഫ് മോഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു പുള്ളി കൊടുക്കാനാണെങ്കിൽ ഇവിടുന്ന് ഇതാ ഇങ്ങനെ ഒരു സ്ട്രിങ്, ആ സ്ട്രിങ്ങിൽ ഇവിടെ ഒരു 2 കിലോഗ്രാമും ഇവിടെ ഒരു 2 കിലോഗ്രാമും കൊടുത്തു. എത്രയാണ് അതിൻ്റെ ടെൻഷൻ വരിക? 2G ആണ്. കാരണം അത് അവിടെ നിൽക്കുകയായിരിക്കും. ആ ടെൻഷൻ 2G വരിക, 4G അല്ല, 0 അല്ല. അപ്പൊ ഇങ്ങനെ പല കേസുകളും നമ്മൾ ടെൻഷൻ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? പല സാഹചര്യങ്ങളും ഓർക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഒരു തരത്തിലുള്ളത് പറഞ്ഞു. ഇനി ഇതിൽ ഒരു മാറ്റം എന്ന് പറയുന്നത് വെലോസിറ്റി വേരിയബിൾ ആയിട്ട് വരുന്ന സംഗതികളാണ്. വെലോസിറ്റി വേരിയബിൾ ആവണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. റൂട്ട് ടി ബൈ മ്യൂ എന്ന ഇക്വേഷനിൽ ടെൻഷൻ വേരിയബിൾ ആണെങ്കിൽ വെലോസിറ്റി വേരിയബിൾ ആയിരിക്കും. അപ്പോൾ ആ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കൊന്ന് നോക്കി വെക്കണം. അപ്പോൾ അതിനൊരു സ്ഥിരമായിട്ട് വരുന്ന എക്സാമ്പിൾ ഇതാ, ഇങ്ങനെ ഒരു വെർട്ടിക്കൽ സ്ട്രിങ് ആണ്. ഇങ്ങനെ ഒരു സ്ട്രിങ്ങിലെ ഏതെങ്കിലും ഒരു പോയിന്റിലെ നമുക്ക് വെലോസിറ്റി കാണണമെങ്കിൽ അത് കാണുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ
ഈ ഒരു പോയിന്റില് ടെൻഷനാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇതിന്റെ താഴ്ഭാഗത്ത് ആരാണോ വരുന്നത് അതാണ് ഇതിന് ടെൻഷൻ നൽകുന്നത്. അപ്പോൾ താഴ്ഭാഗത്ത് പോർഷൻ ഇതാണ് വരുന്നത്. ഞാൻ അതിനെ ഒരു എക്സ് കൊടുത്തു. അത് നിങ്ങൾ നോട്ട് ചെയ്യുക. ആ എക്സ് ഞാൻ എവിടുന്നാണ് കൊടുത്തത്? താഴ്ഭാഗത്തു നിന്നാണ് കൊടുത്തത്. ടോട്ടൽ ലെങ്ത് L ആണെങ്കിൽ മാസ് വരുന്നത് M